ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റാഗി ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഹോളായിട്ടുള്ള റാഗി ദോശയുടെ റെസിപ്പി തീർച്ചയായിട്ടും ഞാൻ ഉടൻ തന്നെ കൊണ്ടുവരാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹോപ്പിലെ കോൺടെസ്റ്റിലെ കുട്ടികളുടെ മത്സരത്തിന്റെ ദിവസം 30-ാം തീയതി വരെ ഉള്ളൂ, 5 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ കുറേ പേര് ഓൾറെഡി തന്നെ എൻട്രീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അയക്കാത്തവർ അയക്കാൻ മറക്കരുത്. അപ്പോൾ ഹോപ്പിലെ ആ കോൺടെസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ കാണാത്തവർ കാണാനും കുഞ്ഞുങ്ങളെ കൊണ്ട് അയപ്പിക്കാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം എളുപ്പത്തിലുള്ള റാഗി ദോശ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം റാഗി ദോശ. റാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പുല്ലെന്നാ പറയാം കേട്ടോ. പുല്ലെന്ന് പറയുമ്പോൾ കുറേ പേര് ഞങ്ങൾ കളിയാക്കും. അപ്പോൾ നിങ്ങൾ മുത്താരി എന്ന് പറയുന്ന സ്വന്തം റാഗിയാണ്. റാഗി ഇത് ഞാനിപ്പോൾ റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്തിപ്പോൾ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള റാഗിയില്ലേ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ കടുകുമണി പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ റാഗി. കടുകാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിനെ പുറത്ത് റാഗി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഞാൻ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ചിലവർക്ക് വിചാരിക്കുന്നത് എന്തിന് ഇത്രയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ റാഗി ഇരിക്കുക. എനിക്ക് തെറ്റ് പറ്റിയിട്ടുള്ളതാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ദുബായിൽ വന്ന സമയത്ത് കടുകിന് പകരം പോയിട്ട് റാഗി എടുത്ത് കൊണ്ടുവന്ന് പൊട്ടിച്ച ആളാണ്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ റാഗി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോളായിട്ടുള്ള റാഗിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓവർനൈറ്റ് ഇത് വെള്ളത്തിലിട്ട് വെക്കുക. സോക്ക് ചെയ്തതിന് ശേഷം മേലേക്ക് ഇങ്ങനെ പൊടിയൊക്കെ വരും, അതിനുള്ളിൽ ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായി വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് നന്നായി അരച്ചെടുക്കുക വെള്ളം കൂട്ടിയിട്ട്. അങ്ങനെയും നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ആ വേർഷൻ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അതായത് ശരിക്കും നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ റാഗി ദോശ ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റാഗി പൗഡർ വെച്ചിട്ടുള്ള ദോശയാണ്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ 1 കപ്പ് റാഗി പൗഡർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ഇടരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റവാ ദോശ ചെയ്യുന്ന പോലെ തന്നെ ഇതിലോട്ട് എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കാം. അതായത് പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി, സവാള, അതുപോലെ തന്നെ ജീരകം, കായം, എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ് നല്ലത്. ഈവൻ തേങ്ങ ചട്നി ആണെങ്കിലും അതിൽ പച്ചമുളകിൻ്റെ നമ്പർ കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാൻ ഇതിൻ്റെ കൂടെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് തക്കാളി റോസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി റോസ്റ്റും ഈ ദോശയും. അപ്പോൾ 2 പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അരിഞ്ഞിടുക, കൈകൊണ്ട് മുറിച്ചിടുന്ന വെച്ചാൽ ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ദോശമാവ് ഉണ്ടാക്കുന്ന പോലെ എല്ലാം നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഓട്സ് ദോശ കാണിച്ചിരുന്നില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ വലയായിട്ടാണ് ഹോൾസോട് കൂടിയിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ ദോശമാവ് പോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിതിൽ വെള്ളത്തിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചധികം വെള്ളം തന്നെ ഇതിൽ വേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാധാരണ പച്ചവെള്ളം, അതായത് ചൂടുവെള്ളമല്ല തണുത്ത വെള്ളമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട്. ഇച്ചിരി വെള്ളം പോലെ ഇരിക്കണം ഇതിൻ്റെ മാവ്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഉഴുന്നൊക്കെ ചേർത്തിട്ടുള്ള ശരിക്കുള്ള ദോശ ഞാൻ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് പോരാ, കുറച്ചും കൂടെ വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് വീണ്ടും ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശരിക്കും നീർദോശയുടെ പരുവത്തിൽ വെറും വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ദോശ നമ്മൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അഥവാ കുറച്ച് വെള്ളം കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് 1 ടേബിൾ സ്പൂൺ എങ്കിലും പൊടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതേസമയം വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എപ്പോൾ വേണമെങ്കിലും ഈ ദോശ നമുക്ക് കറക്റ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്ത് വെക്കുക. ഈ തവ നന്നായി ചൂടാവണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ നമ്മൾ മോളിൽ നിന്ന് ഒഴിക്കുന്ന പരത്താത്ത ദോശയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ തവ നന്നായി ചൂടായിരിക്കണം. അതായത് ഓട്സ് ദോശ ഉണ്ടാക്കിയപ്പോഴും റവ ദോശ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നന്നായി ചൂടാവട്ടെ കേട്ടോ. ഞാനിപ്പോൾ നോക്കിയ സമയത്ത് എനിക്ക് വെള്ളം കുറച്ച് കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മൊത്തം 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.25 കപ്പ് വെള്ളം, 1 കപ്പ് റാഗി പൗഡറിന്. അപ്പോൾ അത് ഒഴിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ തവ ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ
ദോശ ഞാനിവിടെ നല്ല ഹോട്ടായിരിക്കുന്ന തവയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ ദോശ ഒഴിക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു തവയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് അളവാണ്. അപ്പോൾ 1.25 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഒരു ദോശ ആദ്യം ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിത് ഫ്ലെയിം കുറയ്ക്കുക. മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല എണ്ണ ഒഴിക്കണമെന്നും നെയ്യ് ഒഴിക്കണമെന്നും, താല്പര്യം ഉണ്ടെങ്കിൽ എണ്ണയോ നെയ്യോ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജാൻചാരനാണെങ്കിൽ എണ്ണ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മൊരിഞ്ഞിട്ട് എടുക്കാം, സോഫ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ദോശ കേട്ടോ. മൂടിയും വെക്കേണ്ട. മൂടി വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ സ്റ്റീം വന്നിട്ട് ഇതിന് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം പോലെ കിടക്കും. അപ്പോൾ വേവാത്ത പോലെ, അതായത് കുക്കാവാത്ത പോലെ ഇരിക്കും. അപ്പോൾ ഓട്സ് ദോശ ഉണ്ടാക്കി നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് നമ്മുടെ സ്വന്തം റാഗി ദോശ. അപ്പോൾ അതൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മറിച്ചിടണമെങ്കിൽ മറിച്ചിട്ടുള്ളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ മറിച്ചിടുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ സാധാരണ റവ ദോശ പോലെ ഇങ്ങനെ എടുക്കാം. അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്വന്തം റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഒരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. വീണ്ടും ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുക. നന്നായിട്ട് ചൂടായതിനു ശേഷം അടുത്ത ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഓരോ പ്രാവശ്യവും മിക്സ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ മേലെ ഭാഗത്ത് വെള്ളം മാത്രമായിരിക്കും, താഴെ അത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ മറിച്ചിടണമെങ്കിൽ മറിച്ചിടാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവൊന്നുമില്ല. അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് മറിച്ച് കാണിച്ചതാണ്. ഇതേപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഈ ഒരു അളവിൽ നിന്ന് ഒരു 6-7 ദോശ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ ഒക്കെ ആക്കിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു അളവും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെസിപ്പി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു അളവിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 7 ദോശയ്ക്കുള്ള ഒരു മാവാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ റാഗി ദോശ, സൂപ്പർ റാഗി ദോശ, ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്ട്രോബെറി നടുവിൽ വെച്ചേട്ടോ, ഒരു കോൺട്രാസ്റ്റ് ആവട്ടെ എന്ന് വെച്ചിട്ട്. നിങ്ങൾ വിചാരിക്കുന്നതിന് സ്ട്രോബെറി ആയിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം ഈസി പൊട്ടറ്റോ കറി. അതിൻ്റെ കൂടെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. മടിയാണ് കേട്ടോ എനിക്ക് വേറെ ഉണ്ടാക്കാൻ, കാരണം എനിക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വായ ഞാൻ കഴിച്ച് നോക്കട്ടെ. നമ്മൾ റാഗി എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ് കാണരുത് കേട്ടോ. സൂപ്പറായിട്ട് കേട്ടോ. പച്ചമുളകും കൂടെ കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് ഇടണ്ട, പക്ഷേ വലിയ ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് ഇടാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാണാത്ത വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാക്ടറി വിസിറ്റ് ഒരുപാട് പേര് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഫാക്ടറി കാണാത്തവർ, ഫുഡ് ഫാക്ടറി കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അവി അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അവി അച്ഛൻ ആരോട് സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഫോണിൽ. റോബോട്ടിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒരു ഹ്യൂമനെ കണക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ നേരമായി പറഞ്ഞോണ്ടിരിക്കുന്നു.